കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയനെതിരെ പി ശശിക്കെതിരെ യുദ്ധം ചെയ്യാൻ തനിക്ക് CPM-ൽ നിന്നും അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചുവെന്ന് ഇന്ന് PV അൻവർ വ്യക്തമാക്കി. എന്നാൽ ആരാണ് തനിക്ക് പിന്തുണ നൽകിയത്, അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ PV അൻവർ തയ്യാറായില്ല. കാരണം അത് അവരോട് ചെയ്യുന്ന ചതിയായിരിക്കുമെന്നും അത് തൻ്റെ സംസ്കാരമല്ലെന്നുമാണ് അൻവർ ഇന്ന് പറഞ്ഞത്. എന്നാൽ പിണറായി വിരുദ്ധ കണ്ണൂർ ലോബിയിലെ ഒരു വിഭാഗം നേതാക്കൾ തനിക്ക് ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകിയെന്ന് അൻവർ വ്യക്തമാക്കുകയുണ്ടായി. പേരുകൾ പറഞ്ഞില്ലെങ്കിലും ആ പേരുകളെല്ലാം അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട്, ഊഹാപോഹങ്ങളായിട്ടും അല്ലാതെയുമൊക്കെ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ അടക്കമുള്ള കണ്ണൂർ ലോബിയിലെ അതിശക്തരായ നേതാക്കളാണ് പിണറായി വിജയനും P ശശിക്കുമെതിരെ നീങ്ങാൻ തനിക്ക് പിന്തുണ നൽകിയതെന്ന് PV അൻവർ പറയുന്നു. എന്നാൽ താൻ പിണറായി വിജയനെതിരെ നീങ്ങി പിണറായി തനിക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുത്തപ്പോൾ ഇവരെല്ലാം സ്വയരക്ഷയോർത്ത് പിൻവാങ്ങിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. പിന്നെ താൻ വിളിച്ചാൽ ഈ നേതാക്കളാരും ഫോൺ എടുക്കാതെയായി. താൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം, എന്നാലല്ലേ ഈ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്ന് പറഞ്ഞ് അൻവറിനെ പ്രോത്സാഹിപ്പിച്ച നേതാക്കളെല്ലാം, അവരുടെ പേരുകൾ അദ്ദേഹം പറയുന്നില്ല, പക്ഷേ ആ നേതാക്കളെല്ലാം പതിയെ പതിയെ പിന്നണിയിലേക്ക് പോയി. താൻ വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കാൻ പോലും അവർക്ക് ഭയമായിരുന്നുവെന്നാണ് PV അൻവർ പറയുന്നത്. കാരണം പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ കഴിവുള്ള ആരും ഇന്ന് CPM-ലില്ല. അത് എത്ര വലിയ നേതാവായാലും എത്ര ചെറിയ നേതാവായാലും. പിണറായി വിജയൻ്റെ വലം കൈയാണ് P ശശി. എന്ന് വെച്ചാൽ P ശശിയെ തൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് വച്ച് വലിയൊരു അധികാര കേന്ദ്രമാക്കി മാറ്റിയത് പിണറായി വിജയനാണ്. അപ്പോൾ P ശശിക്കെതിരെ നീങ്ങുക എന്ന് വെച്ചാൽ പിണറായി വിജയനെതിരെ നീങ്ങുക എന്ന് തന്നെയാണ്. കണ്ണൂർ ലോബിയിലെ നേതാക്കളെല്ലാം P ശശിയോട് കടുത്ത എതിർപ്പുള്ളവരാണ്. P ജയരാജനാകട്ടെ ശശിയെ ഒരു കാരണവശാലും പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വയ്ക്കാൻ പാടില്ല എന്ന് CPM സംസ്ഥാന സമിതിയിൽ പറഞ്ഞതുകൂടിയാണ്. പക്ഷേ അതെല്ലാം തള്ളിക്കളഞ്ഞ് പുല്ലുപോലെ അവഗണിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ P ശശിയെ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വാഴിച്ചത്. അതുകൊണ്ട് തന്നെ ശശിക്കെതിരെയുള്ള ഏത് നീക്കങ്ങളെയും CPM-ലെ പിണറായി വിരുദ്ധ വിഭാഗം നന്നായി പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഒരു പ്രോത്സാഹനത്തിലൂടെയാണ് PV അൻവർ ഇന്ന് കാണുന്ന PV അൻവർ ആയത്. പക്ഷേ PV അൻവറിനെ ഇടയ്ക്ക് വെച്ച് ഇവർ കൈവിടുകയും തങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലെന്നും അൻവറാണ് ഇതെല്ലാം കുത്തിപ്പൊക്കുക എന്നുള്ള രീതിയിൽ അവർ മാറി നിൽക്കുകയും ചെയ്തു. അതിന് അൻവർ ഇവരെ ആരെയും കുറ്റം പറയുന്നില്ല. കാരണം പിണറായിയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു നേതാവും CPM-ലില്ല. ഏറ്റുമുട്ടിയാൽ അയാൾ CPM-ന് പുറത്തു പോകുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് അൻവർ അവരെ പേരൊന്നും പറയാത്തത്. പക്ഷേ പിണറായി വിരുദ്ധ കണ്ണൂർ ലോബി എന്നത് യാഥാർത്ഥ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു കഴിഞ്ഞു. പിണറായി ഒരു വശത്തും കണ്ണൂർ ലോബി മറ്റൊരു വശത്തുമായി ഇപ്പോൾ നിലകൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ CPM-ലെ ഇപ്പോഴത്തെ കണ്ണൂർ ലോബിയുടെ സൃഷ്ടാവ് തന്നെ പിണറായി വിജയനാണ്. BS-ഉമായിട്ടുള്ള പോരാട്ടത്തിൽ കണ്ണൂരിലെ നേതാക്കളെ മുഴുവൻ തൻ്റെ ഒപ്പം അണിനിരത്തിക്കൊണ്ട് ഒരു കണ്ണൂർ ലോബി സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ പിണറായി വിജയനാണ്. അതിനു മുമ്പ് EK നായനാരുടെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബി ഉണ്ടായിരുന്നെങ്കിലും MP രാഘവൻ്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിശക്തമായൊരു ലോബിയായി മാറുന്നത്, ഒരു പാർട്ടിയിൽ അതിശക്തമായൊരു വിഭാഗമായി ഗ്രൂപ്പായിട്ട് കണ്ണൂരിലെ നേതാക്കൾ മാറുന്നത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടിയാണ്. എന്നാൽ ഈ കണ്ണൂർ ലോബിയിലെ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ പിണറായി വിജയനെതിരാണെന്നാണ് അൻവർ പറയുന്നത്. എന്നാൽ പിണറായിക്കെതിരെ നേരെ നിന്ന് സംസാരിക്കാനുള്ള ധൈര്യവും വിമർശിക്കാനുള്ള ധൈര്യവും അവർക്കില്ല. അങ്ങനെയാണ് അവർ തന്നെ ഉപയോഗിച്ചതെന്ന് PV അൻവർ പറയുന്നു. പക്ഷേ പിണറായിയുടെ രോഷം തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇവരെല്ലാവരും സ്വന്തം തടി കഴിച്ചിലാക്കി രക്ഷപ്പെടുകയും ചെയ്തു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പിണറായിക്കെതിരെ ചില മൂവ്മെൻറ്റുകൾ ഇപ്പോഴും CPM-ൽ നടക്കുന്നുണ്ട്. അൻവർ എടുത്തു, അത് പരാജയപ്പെട്ടു, അൻവറിനെ ഇടതു മുന്നിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ ഈ നേതാക്കളുടെ അനിഷ്ടം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന അതേ കാലത്ത് തന്നെ പിണറായിക്കെതിരെയും P ശശിക്കെതിരെയും ഒരു ആരോപണങ്ങൾ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് CPM-ലെ നേതാക്കൾ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വിഷയങ്ങൾ, അൻവർ ഉയർത്തിയ വിഷയങ്ങൾ CPM-ലെ സമ്മേളന കാലത്ത് മുഴുവൻ ചർച്ചയാക്കാൻ സാധിച്ചു. അവർ ഉദ്ദേശിച്ചത് അതുതന്നെയാണ്. അൻവറിനെ ബലി കൊടുത്തുകൊണ്ട് പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ചയാക്കുക എന്നുള്ളതായിരുന്നു ഈ പിണറായി വിരുദ്ധ കണ്ണൂർ ലോബിയുടെ ആഗ്രഹം. അവർ അത് സാധിക്കുകയും ചെയ്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും പിണറായി വിജയനെ തൊടാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾക്കും അറിയാം. പക്ഷേ പിണറായിക്കെതിരെ CPM-ൽ പുകയുന്ന അസംതൃപ്തി ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് PV അൻവറിൻ്റെ പത്രസമ്മേളനത്തിലും വ്യക്തമായത് അതാണ്. CPM-ൽ പിണറായിക്കെതിരെ ശക്തമായൊരു ലോബി നിലനിൽക്കുന്നുണ്ട്. എപ്പോൾ പിണറായി അല്പമൊന്ന് തളരുന്നുവോ അവർ വീണ്ടും ശക്തി പ്രാപിക്കും.